ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. ഒറ്റയ്ക്കോ? എന്താടി, മനുവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വന്നാണോ? മനുവായിട്ടായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് വന്നൊന്നുമല്ല അമ്മ. ഓ, അപ്പൊ നിന്റെ അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ചേട്ട തള്ള ഒരു ദിവസം പോലും എൻ്റെ കുട്ടിക്ക് മനസ്സമാധാനം കൊടുക്കില്ല. എൻ്റെ അമ്മായിമ്മയായിട്ട് പിണങ്ങി വന്നൊന്നുമല്ല. പിന്നെ എന്താണ്? ഞാൻ തെളിച്ചു പറ. വേഗം പെട്ടിയൊക്കെ ആയിട്ട് വന്ന ഞാൻ എന്താണ് വിചാരിക്കേണ്ടത്? ഒന്ന് തുറന്ന് പറങ്ങട്. ഇതില് കുറെ പഴയ തുണിയാ അലക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. അലക്കാനാ? അതെന്താടി, അവിടെ വെള്ളവും മെഷീനൊന്നും ഇല്ലേ? ഈ പഴയ തുണി ആ ബാഗിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ? കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് 300 രൂപ കൂടി വേണ്ടേ. ആ തളേനെ മെഷീൻ തൊടാൻ സമ്മതിക്കില്ല. സകല പണി എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണത്. എന്റെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അമ്മ. ഇത് ആ വീട്ടിലെ എല്ലാവരുടെ തുണി ഞാൻ ഒറ്റയ്ക്ക് ആ കല്ലിട്ട് അലക്കാൻ പറഞ്ഞാലേ പറ്റുന്ന കാര്യാ? നീ ഒറ്റയ്ക്ക് ചെയ്യേ? അതെന്താടി, നിന്റെ അമ്മായിമ്മയ്ക്ക് കയ്യിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പ്രശ്നം ഞാൻ വന്നതിന് ശേഷമേ ആ തളയ്ക്ക് കയ്യും കാലും നടുവും ഒക്കെ പ്രശ്നം തന്നെയാ. അതെന്താടി മോളെ, അവിടുത്തെ എല്ലാ പണിയും ചെയ്യിപ്പിക്കാനാണോ നിന്നെ ഇത്രയും സ്വർണം തന്ന് ഞാൻ അങ്ങോട്ട് കെടിച്ചു വിട്ടത്? അല്ല, നിന്റെ ഭർത്താവ് ഒരുത്തനുണ്ടല്ലോ, അവനൊന്നും പറയലില്ലേ? പറയും. തളന്റെ നേള് കണ്ട ആൾക്കും പേടിക്കുന്ന ആളാ. പിന്നെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന തോന്നുന്നുണ്ടാ? എന്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാൻ? നീ തന്നെയല്ലടി കോളേജ് പഠിക്കുന്ന സമയത്ത് അവൻ തന്നെ മതി അവൻ ഒറ്റക്കാലിൽ നിന്നും വാശിയും പിടിച്ചിട്ട് ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു തന്നത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയായാ? കോളേജിൽ പഠിക്കുമ്പോ അതൊക്കെ ഇപ്പൊ വേണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ മാത്രം മനോട്ട് നല്ല നാവാ. പക്ഷെ ആ തളരെ മുഖത്തൊക്കെ ഒരു വാക്ക് പറയുവാനാ അതിന് മാത്രം പറ്റില്ല. അവനെ സ്നേഹിച്ചുകൊണ്ടേ വെറും കൈയോടെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചത്. എത്ര പവൻ സ്വർണ്ണോടെ നിനക്ക് തന്നത്? അതിൻ്റെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ? വല്ലാത്ത തളേനെ. എല്ലാ പണിയും രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നവരും ഫുള്ള് പണിയമ്മ. ഒരു സെക്കൻഡ് ഇരിക്കാൻ വിടണ്ടേ? അതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ വിട്ടോ പിന്നെ ആ തള എന്തൊക്കെയാ പറയണെന്നറിയില്ല. സത്യം പറഞ്ഞ മതിയായി. ഇവിടെ ഞാൻ എങ്ങനെ കഴിഞ്ഞതാ? കഴിച്ച പ്ലേറ്റ് അടക്കം ഞാൻ കഴുകായിരുന്നോ? അവിടെ പോയിട്ടൊരു വേലക്കാരി. മതിയായി എനിക്ക്. എന്താടി മോളെ ഇത്? ഞാൻ അപ്പോഴും പറഞ്ഞു ഈ ബന്ധം വേണ്ടെന്ന്. അപ്പൊ നീ തന്നെയല്ലേ ഒറ്റക്കാലിൽ നിന്നത്? അല്ല, നിന്റെ കയ്യിലും കഴുത്തിലൊക്കെ സ്വർണ്ണം എവിടെ? അത് കഴിച്ച് ഞാൻ പെട്ടിയിലൊക്കെ എൻ്റെ അലമാറി വെച്ചിട്ടുണ്ട്. ദിവസം ഇട്ട് നടക്കണുണ്ടെങ്കിലേ ആ തള്ള അതെങ്ങനെങ്കിലൊക്കെ കൈക്കലാക്കും. അവിടുത്തെ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം പറയണ്ടേ. ഇതൊക്കെ കൈക്കലാക്കാൻ നല്ല ബുദ്ധി അതിന്. അത് നന്നായി. ആ ബുദ്ധിയിലും എൻ്റെ മോൾക്ക് തോന്നിയല്ലോ. അല്ല, ഇനിയിപ്പോൾ എന്താ നിന്റെ ഉദ്ദേശം? ഇനി എന്തായാലും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലമ്മ. അല്ലടി, മനു ഇപ്പം എന്താ പറയണത്? മനുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ വന്നിരിക്കുമോ അമ്മ? ഡെയിലി രാത്രി വരുമ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അവരോട് ചോദിക്കാൻ വേണ്ടി പുലി പോലെ പോണ് കാണാം. തളരെ മോൻ കേട്ടതും എലി പോലെ തിരിച്ചു വരും ആള്. ആ തള്ള എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും ഞാൻ കണക്കാക്കുന്നേ ഇല്ല. എന്നാൽ ഈ മനുഷ്യനെ എന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിൽക്കണേന് കുഴപ്പമില്ലായിരുന്നു. നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? അവിടെ നിന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കാനാ? എൻ്റെ അമ്മയെ വാടക വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാലേ അവിടെയൊക്കെ മാസം എത്ര രൂപ എണ്ണി കൊടുക്കണം എന്നറിയോ? അതിന് പുറമെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് വേണ്ടേ നല്ല പൈസയാകും. അതിനൊക്കെ ഉള്ള കപ്പാസിറ്റി ആ മനോട്ടിനുണ്ടോ? പിന്നിപ്പോൾ എന്താ നിന്റെ ഉദ്ദേശം? എന്തെങ്കിലും ഒന്ന് പറ, എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്യം പറയല്ലോ അമ്മേ, ആ വീട്ടിലേ എനിക്കും മനോട്ടിന് ഒരു വിലയില്ല. അത് അച്ഛൻ കിട്ടിയ വീടല്ലേ. അവിടെ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പം കല്യാണത്തിന് മുമ്പേ മനോട്ടിനൊരു 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളോട്ടാണ്, പക്ഷെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു വീട് വെക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടാളുടെ ആഗ്രഹം. പക്ഷെ അതെന്തായാലും നന്നായി മോളെ. അമ്മയും കുറേ ആയിട്ട് നിൻ്റെ അടുത്ത് പറയണം വിചാരിച്ചിരിക്കുക. എത്രയും പെട്ടെന്നേ ആ സ്ഥലത്ത് നല്ലൊരു വീട് വെച്ചിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് മാറി താമസിക്കേ. ആ പിന്നെ തളൻ്റെ ഒന്ന് രക്ഷപ്പെടുമല്ലോ. രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ച് കഷ്ടത്തിലമ്മ. അതുകൊണ്ടേ എന്തെങ്കിലും കനത്തിൽ നിങ്ങൾ സഹായിക്കുക തന്നെ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ? എന്തെങ്കിലും തൊഴിലിന് പോകുന്നുണ്ടോ? ഞാൻ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒന്നുമില്ലാന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടനില്ലേ, ഏട്ടൻ്റെ അടുത്ത് പറയേ. അല്ലെങ്കിലും പെങ്ങളെ സഹായിക്കേണ്ടത് ആങ്ങളുടെ കടമ തന്നെയല്ലേ. ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ല്, ഇപ്പം തന്നെ അവൻ എടുത്തു തരും. എടീ, അവൻ ആകെ മാറി. കല്യാണത്തിന് ശേഷമേ കിട്ടണ പൈസ മുഴുവൻ പെണ്ണിൻ്റെ കയ്യിലാണ് കൊണ്ട് കൊടുക്കണത്. ചിലവിന് എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തരും, അത്ര തന്നെ.
എന്ത് പരിപാടിയാ? കല്യാണം കഴിച്ചു കൊണ്ട് എല്ലാ പൈസയും പെണ്ണിൻ്റെ എല്ലാം കൊണ്ട് കൊടുക്കണത്? അതൊക്കെ എൻ്റെ മനുവേട്ടൻ. അയാൾക്ക് എത്ര ശമ്പളം പോലും എനിക്ക് ഇന്നേ വരെയായിട്ട് അറിയില്ല. കറക്റ്റ് 1-ാം തീയതി ആകുമ്പോഴേക്കും ആ തള്ള കണക്ക് പറഞ്ഞ എല്ലാ പൈസയും ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കും. മുമ്പും ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഇപ്പം എന്താ ഒരു മാറ്റം? ആർക്കറിയാ? കല്യാണത്തിന് ശേഷമേ അവന് അമ്മയെ വേണ്ട. എന്തായാലും ഇപ്പം നിന്റെ ആങ്ങളെ വരും, നീ നേരിട്ട് തന്നെ ചോദിച്ചോ. സാധാരണ പെണ്ണുങ്ങളുടെ ശമ്പളമൊക്കെ ഭർത്താക്കന്മാർ വാങ്ങിച്ചെടുക്കുക ചെയ്യുക. ഇവിടെ ഭർത്താവിൻ്റെ ശമ്പളം ഭാര്യ വാങ്ങിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഓ എന്താമ്മ, ഇത്രയ്ക്കും പെങ്കൊന്തനായല്ലോ എൻ്റെ ഏട്ടൻ. എന്തായാലും അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. അവളുടെ ഭരണമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അത് നീ എന്തോ ചെയ്യേ. പിന്നെ ആ തുണികളൊക്കെ വേഗം കൊടുത്ത് ആ മെഷീനിൽ കൊണ്ട് അലക്കി ഇടാൻ നോക്ക്. എന്താടി എന്തു പോലും അത്? തിന്നലും കുടിക്കലൊന്നും ഇല്ലേ? തിന്നലും കുടിക്കലൊക്കെ ഉണ്ട്. ആ തള ദിവസം പ്രാഗിട്ടാ എൻ്റെ പോലും ഇങ്ങനെ. ഭർത്താവ് ഒരുത്തൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പാവം എൻ്റെ കുട്ടി. അയ്യോ എന്താ ചൂടാ. അമ്മേ, അമ്മ പറഞ്ഞ കഷായം മേടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടു മൂന്ന് ദിവസം കേരളത്തിൽ നല്ല വേനൽ മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞതാ. ഒരു തുള്ളി പോലെ ഇവിടെ പെയ്യുന്നില്ലല്ലോ. അയ്യോ ഏട്ടാ, നീ ഇതെപ്പത്തി? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, അരമണിക്കൂറായിട്ടുള്ളൂ എത്തിയിട്ട്. ഏട്ടന് ചായ എടുക്കട്ടെ? ചായ വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് ദാമോദരേട്ടനെ വീടിന്ന് വിളിച്ച. പിന്നെ ഉപ്പേരിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആ ദീനേച്ചിന്റെ വീട്ടിലെ വെണ്ടയൊന്നും കാണുന്നില്ല. അത് വേണമെങ്കിൽ ഞാൻ പിന്നെ ശശിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് മേടിച്ചല്ലോ. നേരത്തെ എന്താ ഏട്ടാ, പണിയെടുത്ത പൈസയൊക്കെ നേരെ ഭാര്യയുടെ അടുത്താണല്ലേ കൊണ്ട് കൊടുക്കണത്? നീ ഇതെപ്പത്തി? ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. പിന്നെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പറയും. അതൊന്നുമില്ലടാ, അവളുടെ അമ്മായിയമ്മയാണെങ്കിലേ അവിടെ ഭയങ്കര ദ്രോഹിക്കലാണത്രേ. അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പം എൻ്റെ കുട്ടിക്കൊന്ന് വീട് മാറണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതിന് നീ എന്തെങ്കിലും സഹായിക്കുമോ ചോദിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിപ്പോൾ തറവാട്ടിൽ നിങ്ങളിരിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അല്ലമ്മ ഇവിടെ കല്യാണം കഴിഞ്ഞിപ്പോൾ 2 വർഷമല്ലേ ആയുള്ളൂ. 10-20 സ്വർണ്ണമാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ഞാൻ കൊടുത്തത്. അല്ല, ആ സ്വർണ്ണമൊക്കെ നിൻ്റെ അടുത്തില്ലേ? ആ തൽക്കാലം വിൽക്കുകയോ പണയം വെച്ചിട്ട് പിന്നെ 30 പൈസയും കൂട്ടിയിട്ട് ഒരു വീട് വയ്ക്കി. അതിനിപ്പോൾ ഞാനൊന്ന് സഹായിക്കാനാ? അതിന് മനോൻ്റെ അടുത്ത് അത്രയും പൈസ ഒന്നും കെട്ടിക്കിടക്കണമൊന്നുമില്ല. പിന്നെ കല്യാണ സമയത്ത് നിങ്ങളതൊന്നും സ്വർണ്ണമേ അതേ എനിക്ക് ആ കൂടി ഉള്ളൂ. അതും കൂടി എടുത്ത് വീട് പണിക്ക് എടുക്കാനാ? എടോ, വീട് വെക്കുക പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അല്ല, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടല്ലോ സ്വർണം. ഇതിപ്പോൾ പണയം വെച്ചാൽ തിരിച്ചെടുക്കാമല്ലോ. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പം ഒന്നും ഇല്ലടോ. നിന്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കട ഒന്ന് തീർന്ന് വരുന്നേ ഉള്ളൂ. നീ വെറുതെ കള്ളത്തരം പറയില്ല ഏട്ടാ. രണ്ടാളും സമ്പാദിക്കാൻ പോണില്ലേ? അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എത്ര പൈസ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇപ്പോൾ പഴയ പോലെ അമ്മയ്ക്ക് പൈസ ഒന്നും കൊടുക്കലില്ലല്ലോ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? രണ്ടാളും സമ്പാദിക്കാൻ പോകണത്രേ. അല്ല, നിന്നെയും പഠിപ്പിച്ചല്ലേ, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ? ഇപ്പം അവള് പറഞ്ഞ ജോലിക്ക് പോകുന്നതാണ് നിന്റെ പ്രശ്നം. എന്തായാലും നിനക്ക് വീട് വയ്ക്കാനുള്ള പൈസ എൻ്റെ അടുത്തില്ല, അത്ര തന്നെ. ഏട്ടൻ്റെ അടുത്തില്ലെങ്കിലേ അവളുടെ കുറേ സ്വർണ്ണമില്ലേ, അത് പണയം വെച്ചിട്ട് തൽക്കാലം എനിക്കുള്ള പൈസ. അത് കൊള്ളാലോ. നിന്റെ സ്വർണ്ണം അലമാരി പൂട്ടി വെച്ചിട്ട് ഇപ്പം എൻ്റെ ഭാര്യൻ്റെ സ്വർണം പണയം വെച്ചിട്ട് നിന്റെ വീടിൻ്റെ പണി തരണ? നീ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത്? അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. പെങ്ങന്മാരുടെ കല്യാണം കഴിപ്പിക്കണതും അവരുടെ വീട് പണിക്ക് കുറച്ച് സഹായിക്കണതൊക്കെ ഈ ആങ്ങളമാരുടെ കടമ തന്നെയാണല്ലോ. അതിനിപ്പോൾ നീ ഇങ്ങനെ പറയൊന്നും വേണ്ട. അവൾ പറഞ്ഞില്ലേ, നമ്മൾ കല്യാണത്തിന് കൊടുത്ത സ്വർണം മാത്രമേ അവളുടെ കയ്യിൽ ആ കൂടുതൽ സമ്പാദ്യമുള്ളൂ. നിങ്ങൾ രണ്ടാളും ജോലിക്ക് പോകുന്നില്ലേ? അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിന് കുറച്ചെടുത്ത് ചിലവാക്കി വിട്ടെ എന്ത് സംഭവിക്കാനാടാ? അമ്മ, ഈ കടമേൻ്റെ വർത്താനം ഇന്നത്തോടെ നിർത്തിക്കേ. കടമ പറഞ്ഞിട്ടാണ് എന്നെ വലിയ കടക്കാരനാക്കിയത്. നീ ആണുങ്ങൾക്ക് മാത്രമേ കടമയുള്ളൂ? ഇതിപ്പോൾ ഒരു ആങ്ങളെ ജനിച്ചു പറഞ്ഞിട്ട് പെങ്ങളെ കല്യാണവും വീട്ടിൽ കൂടലും പാത്രങ്ങളും എല്ലാം ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കണോ? എന്താ അപ്പോൾ ഈ ആണായി ജനിച്ചു പറഞ്ഞിട്ട് എനിക്ക് കല്യാണം കഴിച്ച് കുടുംബമായിട്ടൊന്നും സന്തോഷത്തോടെ ജീവിക്കണ്ടേ? ഏത് നേരം നോക്കില്ല കടമ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അത് എവിടെ എഴുതി വെച്ചതാ? അമ്മയെ കല്യാണം കഴിഞ്ഞിട്ട് വേറെ 5 വർഷമായിട്ടുള്ളൂ. അതിന് ശേഷമല്ലേ ഞാൻ എൻ്റെ ഭാര്യയിൽ പൈസ കൊടുക്കാൻ തുടങ്ങിയത്. 15-ാമത്തെ വയസ്സിൽ പണിക്കിറങ്ങിയതാ. എന്നിട്ട് 31-ാം വയസ്സ് വരെ അമ്മൻ്റെ കയ്യിലാണ് പൈസ കൊണ്ടുവന്നത്. അമ്മയല്ലേ പറഞ്ഞ് 5 കൊല്ലം കൊണ്ട് എൻ്റെ ലക്ഷങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ 16 വർഷം അമ്മൻ്റെ കയ്യിൽ കൊണ്ടുവന്ന പൈസയെ കോടികൾ ഉണ്ടായില്ലേ? അതൊക്കെ അവിടെ. അപ്പൊ നീ കണക്കും പറയാൻ തുടങ്ങിയില്ലടാ. അതിന് ഞാനില്ലല്ലേ, അമ്മയല്ലേ കണക്ക് പറഞ്ഞത്.
എനിക്ക് പെയിന്റിങ് പണിയാണ്. എന്ത് കിട്ടിയാലും 200 രൂപ എടുത്ത് ബാക്കി മുഴുവൻ അമ്മൻ്റെ കയ്യിലാണ് കൊണ്ട് തന്നത്. അപ്പം അമ്മ ആ ചെലവ് ഈ ചെലവ് പെങ്ങളുടെ മരുമോനൊടുക്കും മാമനൊടുക്കും പറഞ്ഞിട്ട് എല്ലാം തീർത്തില്ലേ. ഞാനാണെങ്കിൽ അതിലേറെ എനിക്ക് പൈസ ചിലവാക്കാനൊന്നും അറിയില്ല. അപ്പം അതെല്ലാം കണ്ട് കല്യാണത്തിന് ശേഷം അവൾ എന്നെ നിയന്ത്രിച്ച് പൈസ കറക്റ്റ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ടാണമ്മേ എൻ്റെ കടകളെല്ലാം തീർന്ന് ഞാൻ നിവർന്ന് നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും എന്തെങ്കിലും അത്യാവശ്യത്തിനെ കൊണ്ട് കുറച്ച് പൈസ ഉള്ളത്. അല്ലമ്മേ, നന്ദി പറഞ്ഞാലും കുഴപ്പമില്ല. എന്തിനാ അവളെ കുറ്റം പറയുന്നത്? അവൾ നല്ല കാര്യമല്ലേ ചെയ്തിട്ടുള്ളൂ. മതി മതി, നിന്റെ പുരാണം കേൾക്കാൻ വേണ്ടി ഞാൻ വന്നൊന്നുമല്ല. എനിക്ക് പൈസ തരാൻ പറ്റുമോ ഇല്ലയോ അതാദ്യം പറ. എൻ്റെ ഗീതു, നിന്റെ ഭർത്താവ് എന്നെക്കാളും കൂടുതൽ സമ്പാദിക്കുന്നില്ലേ? പിന്നെ നീ ജോലിക്ക് പോകാത്ത എൻ്റെ കുഴപ്പമില്ലല്ലോ. നന്നായി പഠിപ്പിച്ചിട്ടില്ലേ? നിനക്ക് മടി കാരണം പോവാണ്ട് വെറുതെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് മൂപ്പർക്ക് കുടുംബസ്വത്തായിട്ടും ഉണ്ട്, നിന്റെ കയ്യിൽ സ്വർണ്ണവും ഉണ്ട്. എന്നിട്ടും അതൊന്നും എടുക്കാണ്ട് എൻ്റെ പൈസ വേണം പറഞ്ഞ് എന്തർത്ഥമാണ് ഉള്ളത്? ഇപ്പം നിന്റെ വീട് വെക്കണം പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കൊന്നും വേണ്ടേ? എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഏട്ടാ. അമ്മ പറഞ്ഞത് ശരി തന്നെയാ. കല്യാണം കഴിഞ്ഞപ്പോൾ അവന് പെങ്ങളും അമ്മയൊന്നും വേണ്ടാണ്ടായി. അല്ലെങ്കിൽ ഈ ആങ്ങളമാരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിരം കേൾക്കുന്ന വാക്കാണല്ലോ ഞങ്ങളത്. ഏട്ടാ, നിങ്ങൾക്ക് എന്ത് കുറവാണ് ഞാൻ ഉണ്ടാക്കിയത്? അമ്മൻ്റെ കാര്യം എന്തെങ്കിലും ഞാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? എല്ലാം പറയുമ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങി തരില്ലേ? ഇനി കല്യാണത്തിന് മുൻപ് വരെ എത്ര നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടടി? ഇനി കല്യാണത്തിന് എത്ര മാസം സ്വർണ്ണം തന്നിട്ടുണ്ട്? അന്തസ്സായിട്ടല്ലേ നിന്നെ ഞാൻ കെട്ടിച്ച് വിട്ടത്? ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഫുൾ ടൈം നിങ്ങളുടെ ബാക്കിൽ നടക്കാൻ പറ്റുമോ? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ രണ്ടാളുടെ കാര്യം മാത്രം നോക്കിയിട്ടേ കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണെ തിരിച്ചയക്കട്ടെ? അപ്പൊ നിങ്ങൾക്കൊക്കെ സന്തോഷമാകുമോ? എൻ്റെ ഏട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് ആ വീട്ടിൽ തീരെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ അമ്മായിമ്മയാണെങ്കിൽ എന്നെ ഏത് നേരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ആ മനുവേട്ടൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഈ അമ്മായിയും മരുമോളും തമ്മിൽ ഒരു വീട്ടില് ഒത്തുപോകാൻ കുറച്ച് പ്രയാസമാണ്. രണ്ട് വീട് തന്ന പെണ്ണുങ്ങളല്ലേ. പക്ഷെ അതിന് ഒരു ഭർത്താവ് മുന്നിട്ട് നിന്നാൽ അത് തീരാവുന്ന പ്രശ്നമുള്ളൂ. അല്ല, ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? അമ്മ എത്ര ദ്രോഹിച്ച അവളെ. അവസാനം കുറച്ച് ഞാൻ സഹിച്ചിട്ട് അവസാനം ഒരു ഡിസിഷൻ എടുത്തല്ലേ. എൻ്റെ ഭാര്യയുടെ ചീത്ത പറയാനുള്ള ഒരു അവകാശം അമ്മയ്ക്ക് ഇല്ലാതെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്തത്. അതേപോലെ ഭർത്താവ് ഒന്ന് സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടെങ്കിലേ ആ വീട്ടിലെ മരുമകളിലെ അമ്മായിയമ്മയും അമ്മായച്ഛനും നാത്തോനും ഒന്നും പറയാൻ പോകുന്നില്ല. നിന്റെ മനുവേട്ടൻ തീരെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഏത് നേരം അമ്മനെ വാക്ക് കേട്ട് നിൽക്കുക. അല്ല, അത് കുഴപ്പമൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഭാര്യയ്ക്ക് ഒരു വില കൊടുക്കണ്ടേ? എന്തായാലും അവനോട് ഞാനത് സംസാരിക്കാം. എൻ്റെ ഭാര്യനെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അമ്മയ്ക്ക് വലിയ പ്രശ്നം. ഒരു ഭർത്താവ് ഭാര്യ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണമ്മേ അവൾ ഇവിടെ നിൽക്കുന്നത്. ഇനിയെങ്കിലും മരുമോൾക്ക് വേറെ മകൾക്ക് വേറെ നിയമമില്ലേ? അത് വേണ്ട. മോളെ, വീട്ടിലേക്ക് പോകുമ്പോൾ ഏട്ടനും വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടൻ പറഞ്ഞു തരുതരാം. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ആങ്ങള നിന്റെ കൂടെയുണ്ട്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് അമ്മയും പെങ്ങളും വേണ്ടാതില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക.